ശബരിമലയിൽ നാം കടന്ന് കയറി വരുമ്പോൾ സമയത്ത് അവിടെ തത്വമസി എന്ന് എഴുതി വച്ചിരിക്കുന്നത് നമുക്കൊക്കെ കാണാം. എന്താണ് തത്വമസി? തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ ഈ വാക്ക് എവിടെയാണ് ഉള്ളത്? തത്വമസി എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ അന്തസ്സത്തയെ സൂചിപ്പിക്കുന്ന ഒരു ശബ്ദമാണ് തത്വമസി എന്ന് പറയുന്നത്. 4 മഹാവാക്യങ്ങളാണ് നമ്മുടെ ഉപനിഷത്തുക്കളിലുള്ളത്. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, സർവം ഖല്ലിദം ബ്രഹ്മ എന്നിങ്ങനെ 4 വാക്കുകളാണ്. ഈ വാക്കുകളൊക്കെ പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്നത് ഒരു വലിയ സംസ്കാരത്തെയാണ്. എന്താണ് ആ വലിയ സംസ്കാരം? ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളും പരിശ്രമിക്കുന്നത് ആധ്യാത്മികമായി ഉയരുന്നതിനു വേണ്ടിയാണ്. അത് കാളിദാസൻ എന്ന് പറയുന്ന കവിയായാലും ശരി, സാധാരണക്കാരനായ ഒരു ഗണിതശാസ്ത്രജ്ഞനായാലും ശരി, ചരകനായാലും ശരി, ഇനി ഭരതൻ നാട്യശാസ്ത്രം എഴുതുമ്പോഴായാലും ശരി, അവിടെയൊക്കെ ഉള്ളത്, അവരുടെയൊക്കെ ശ്രമം എന്ന് പറയുന്നത് ആത്യന്തികമായി ഈശ്വരനെ അനുഭവിക്കുക എന്നതാണ്. ഈശ്വരനിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഈശ്വരനിൽ വിശ്വസിക്കാത്തവരുമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഒരാൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നു, മറ്റൊരാൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല. രണ്ടും വിശ്വാസങ്ങളാണ്. ഈശ്വരനിൽ വിശ്വസിക്കുകയല്ല, ഈശ്വരനെ അനുഭവിക്കുകയാണ്. അപ്പോൾ ഈശ്വരനെ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഋഷിമാരെല്ലാവരും പരിശ്രമിച്ചിരുന്നത്. തത്വമസി എന്ന് പറയുന്ന അസാധാരണമായ കാഴ്ചപ്പാടിൽ ഈശ്വരൻ എങ്ങനെയാണ് തൻ്റെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള പരിശ്രമമാണ്. ഛാന്ദോഗ്യോപനിഷത്തിലാണ് ഈ മഹാവചനമുള്ളത്. ആ മഹത് വാക്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, മൃണ്മയമായിട്ടുള്ള ഈ ലോകത്ത് ജീവനായിട്ടുള്ള ഞാൻ, എൻ്റെ ഉള്ളിലുള്ള ജീവത്തായ ശക്തിയിൽ അദൃശ്യമായി ഈശ്വരൻ്റെ ചൈതന്യമുണ്ട്. ആ ഈശ്വരീയ ചൈതന്യത്തെ തിരിച്ചറിയുന്നതിനു വേണ്ടിയാണ് എല്ലാ ആളുകളും ഇക്കാലം വരെ പരിശ്രമിച്ചു പോകുന്നത്. ഒരു അയ്യപ്പ ഭക്തൻ തൻ്റെ വ്രതങ്ങളെല്ലാം നോറ്റ് കർമ്മങ്ങളെല്ലാം ചെയ്ത ശേഷം, അനുഷ്ഠിച്ച ശേഷം, തനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഗാർഹസ്ഥ്യങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് ഒരു വ്യക്തി അയ്യപ്പ ദർശനത്തിനായി ഇറങ്ങി പുറപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം 18 പടികൾ കയറി മുകളിലെത്തുന്ന സമയത്ത് ഈ ഒരു മഹാവാക്യം ശ്രദ്ധയിൽ വരുന്നു, തത്വമസി. അപ്പോൾ പറയുകയാണ്, നീ അതു തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ അസാധാരണമായ ശക്തി ചൈതന്യങ്ങളുണ്ട്. ആ ശക്തി ചൈതന്യത്തെ തിരിച്ചറിയാൻ ഓരോ ഭക്തനും പരിശ്രമിക്കണം. നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ കിടക്കുന്ന നിരവധി പ്രതിഭാശക്തിയുണ്ട്. ആ പ്രതിഭാശക്തിയെ ഉണർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കാഴ്ചപ്പാട്. നമ്മുടെ ഉള്ളിൽ കവിതയുണ്ട്, നമ്മുടെ ഉള്ളിൽ പ്രതിഭാശാലികളായ ഗണിതശാസ്ത്രജ്ഞന്മാരുണ്ട്, നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ നമ്മുടെ ഈ കഴിവിനെ എങ്ങനെയാണ് നമുക്ക് പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുക? അവനവൻ്റെ ഉള്ളിലുള്ള ഈശ്വരീയ ശക്തി വർദ്ധിക്കുമ്പോഴാണ് നമ്മുടെ കഴിവുകളും പുറത്തേക്ക് വരിക. കാരണം ഈശ്വരൻ സർവ്വഗുണങ്ങളുമുള്ളയാളാണ്. എല്ലാ ഗുണങ്ങളും ഈശ്വരനിലുണ്ട്. ഈശ്വരൻ കരയുന്നവരെ സമാശ്വസിപ്പിക്കുന്നയാളാണ്. അപ്പോൾ നാം മറ്റൊരാളെ സമാശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനാണ് അത് ചെയ്യിപ്പിക്കുന്നത്. അതേപോലെ ഒരാൾക്ക് ഒരു ചെറിയ സഹായം നമ്മൾ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ ചെറിയ സഹായത്തിൽ ഈശ്വരനാണുള്ളത്. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഈശ്വരീയതയുണ്ട്. ആ ഈശ്വരീയതയെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുക? എങ്ങനെയാണ് ഈശ്വരനെ മനസ്സിലാക്കേണ്ടത്? ഈശ്വരൻ എല്ലാ ഗുണങ്ങളുമുള്ളയാളാണ്. എല്ലാ വിധത്തിലുമുള്ള ഗുണങ്ങളുണ്ട്. ഈശ്വരൻ സർവ്വചരാചരങ്ങളിലുമുണ്ട്. എന്നാൽ ഞാൻ എല്ലായിടത്തുമില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ മാത്രമാണുള്ളത്. എന്നാൽ അവിടെ ഈശ്വരനുമുണ്ട്. ഇപ്പം എൻ്റെ ഉള്ളിൽ ഈശ്വരനുമുണ്ട്, അതേപ്പം ഞാനുമുണ്ട്. 2 കാര്യങ്ങളുള്ള ഒരേ ഒരിടം ഞാനാണ്. ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്, അതോടൊപ്പം തന്നെ എന്നിലുമുണ്ട്. എന്നാൽ ഞാൻ എല്ലായിടത്തുമില്ല. ഞാൻ എന്നിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ ഹൃദയത്തിൽ ഹൃദയദേശത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈശ്വരനെ ദർശിക്കുന്നതിന് നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയാണ് തത്വമസി എന്ന വാക്കിലൂടെ നമ്മെ ദ്യോതിപ്പിക്കുന്നത്.